പരനെ വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ, പരനെ വാഴ്ത്തുക നീ മനമേ. ദൈവസഭയെക്കുറിച്ചുള്ള ചില പാഠങ്ങളാണ് നാം ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. What we've been thinking about are some lessons on the Church of God. വേദപുസ്തകത്തിലെ വെളിപ്പാടനുസരിച്ച് ദൈവസഭ എന്ന എൻറ്റിറ്റി ദൈവത്തിൻ്റെ അനാദികാല പദ്ധതിയാണ്. We understand that because within the mystery of Jesus Christ, all of the plans of God are hidden. മനുഷ്യന്റെ പരിമിതമായ ബുദ്ധിയിൽ ഒതുങ്ങാത്ത ഒരാളാണ് ദൈവം. അതുപോലെ മനുഷ്യന്റെ പരിമിതമായ ബുദ്ധിയിൽ ദൈവത്തിന്റെ പദ്ധതി ഒതുക്കാൻ കഴിയുന്നില്ല. Both God and His plans cannot be contained within man's finite mind. എന്നാൽ മനുഷ്യന് അത്യാവശ്യം അറിയേണ്ടുന്ന പ്രാഥമിക അടിസ്ഥാന കാര്യങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. God has revealed to us those things that are fundamental to our understanding and life. ദൈവത്തിൻ്റെ ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി എന്തായിരിക്കും? What would be the answer to the question, what is God's language? ധാരാളം ഭാഷകൾ സംസാരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. We live in a world where there are many languages. ദൈവത്തിന് ഇംഗ്ലീഷുകാരനോടും ചൈനക്കാരനോടും റഷ്യക്കാരോടും മലയാളികളോടും ഒക്കെ സംസാരിക്കാൻ കഴിയുന്നുണ്ട്. God can speak to any ethnicity as He wants. മനുഷ്യന്റെ ഭാഷ ദൈവം സ്വീകരിക്കുകയാണ്. So what God does is He accepts the language of man. അപ്പോൾ നമ്മളുടെ ഭാഷ സ്വീകരിച്ച് സംസാരിക്കുമ്പോൾ നമുക്കറിയാവുന്ന വാക്കുകളാണ് ദൈവം നമുക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. So when God adopts our language, He will use words that we can understand. ബൈബിൾ വെളിപ്പെടുത്തുന്ന ഒരു സത്യമാണ് ദൈവം സർവ്വവ്യാപിയാണ് എന്ന ആ സത്യം. What the Bible reveals is this fact that God is omnipresent. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ പുറകിനെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം ബൈബിൾ എഴുതുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കുക? At the same time, it talks about the back of God. അപ്പം ദൈവം എല്ലായിടത്തും ഉണ്ട്. സർവ്വവ്യാപിയാണെങ്കിൽ ദൈവത്തിന് ബാക്കും ഫ്രണ്ടും ഉണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ടുണ്ടാകും. If God is omnipresent, we could ask the question, does God have a front and a back? നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യം ദൈവത്തിൻ്റെ ഭാഷയിലല്ല മനുഷ്യൻ്റെ ഭാഷ സ്വീകരിച്ചുകൊണ്ട് ദൈവം നമ്മൾ സംസാരിക്കുകയാണ്. തൻ്റെ സത്യങ്ങളെ കൺവേ ചെയ്യാൻ വേണ്ടി അവ ഉപയോഗിക്കുകയാണ്. So God adopts the language of man to communicate His truths to us in a way that we will understand. ഇവിടെ വെച്ച് നമുക്ക് ദൈവത്തെയും ദൈവ പദ്ധതിയെയും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല. ഗ്രാജുവലി ഇത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. നിത്യതയിലും അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. Here we will not fully understand the plans of God. We will gradually understand them, and same in eternity, we will gradually understand them. ദൈവത്തെക്കുറിച്ചുള്ള പാഠങ്ങൾ അത്ര വിസ്തൃതമാണ് എന്നാണ് പറഞ്ഞത്.
What I'm trying to say is that the lessons of God and about God are quite extensive, elaborate. മനുഷ്യവർഗത്തിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതി യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു എന്ന പദ്ധതിയിൽ ദൈവസഭയും ഉണ്ട്. So the plan of God for mankind is Christ, and also for the church of God, Christ is part of that plan. അപ്പോൾ ഇന്ന് ദൈവത്തിൻ്റെ മീഡിയ, ലോകത്തെ ബന്ധപ്പെടാനുള്ള ദൈവത്തിൻ്റെ മീഡിയ, മാധ്യമം ദൈവസഭയാണ്. So the medium through which God communicates to the world is the church of God. ദൈവസഭയായി നിൽക്കുന്നില്ലെങ്കിൽ ദൈവത്തിന് ലോകത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടുന്ന മെസ്സേജസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. If the church is not standing as it ought to be, then God cannot communicate His messages as He desires to the world. So ദൈവത്തിൻ്റെ സഭയെക്കുറിച്ച് വളരെ ഉയർന്ന നിലവാരത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് വെറും സാധാരണ ലോകത്തിലെ ഇതര സ്ഥാപനങ്ങളെ പോലെ നമ്മളാക്കി തീർക്കും. If we don't understand the value of the church of God, we will set aside the church also as similar to these secular organizations that we see. ഏതാണ്ട് ആ നിലവാരത്തിൽ എത്തിയിരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് നമുക്ക്. We have come to a point where the church has been degraded that way. കാരണം 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തോലിക കാലത്ത് നാം കാണുന്ന ബൈബിളിലെ സഭയുടെ ആ നിലവാരം നമുക്ക് സൂക്ഷിക്കാൻ കഴിയാവും. Because we are not able to maintain the standard that was prevalent in the apostolic period. നമുക്ക് സ്നേഹമെന്ന യേശുക്രിസ്തുവിൻ്റെ മെസ്സേജായ സ്നേഹം എന്ന ആ മെസ്സേജുമായിട്ട് നമുക്ക് എങ്ങും പോകാനേ സാധിക്കുന്നില്ല. പോയവരുടെ വലിയ പ്രയോജനവുമില്ല. We are not able to carry the message of love, about God's love, to the world, and even if we try to, there's not much. കാരണം ആ സ്നേഹം നമ്മൾ പറയുന്നതല്ലാതെ പ്രായോഗികമാക്കുന്നില്ല. അതാണ് പ്രശ്നം. The problem is we speak about that love, but we don't apply or practice it. ബൈബിളിലെ സ്നേഹം എന്ന് പറയുന്നത് ഒരു ലൈസൻസ് ഇല്ല. The love of God, or the love that is mentioned in the Word of God, is not a license. എന്തും ചെയ്യുമ്പോൾ മിണ്ടാതിരിക്കുന്നതും എന്തും ചെയ്യാൻ അനുവദിക്കുന്നതുമല്ല ഈ സ്നേഹം എന്ന് പറയുന്നത്. Love is not that which allows anything and everything to happen. It is not permitting everything to happen. പലരും അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. എന്ത് ചെയ്യുവാൻ അനുവദിക്കുന്നതും എന്തും പറഞ്ഞാലും ഓക്കെ പറയുന്നതും ആണ് സ്നേഹം എന്നാണ്. Many misunderstand love to be anything and everything that is permitted. എന്നാൽ ദൈവസ്നേഹത്തെ ഞാൻ പലപ്പോഴും ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ അത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സ്വഭാവമല്ല, ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ടല്ല. അത് മറ്റ് ഇതര സ്വഭാവങ്ങളുമായി ചേർന്ന് പാരലായിട്ട് പോകുന്ന ഒരു ആട്രിബ്യൂട്ടാണ്. അതുകൊണ്ട് ദൈവസ്നേഹം എപ്പോഴും ദൈവത്തിൻ്റെ നീതിയെ സാറ്റിസ്ഫൈ ചെയ്തിരിക്കും. So the love of God is not an attribute that stands on its own. It is together with all of His other attributes, and it fulfills the law, which is it fulfills justice. ദൈവസ്നേഹത്തെ സാറ്റിസ്ഫൈ ചെയ്യാത്ത, ദൈവനീതിയെ സാറ്റിസ്ഫൈ ചെയ്യാത്ത ഒരു സ്നേഹവും അത് സ്നേഹമായി കരുതാൻ കഴിയുന്നില്ല. We cannot consider the love of God if it does not fulfill God's justice at the same time. എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ ദൈവസ്നേഹം ദൈവത്തിൻ്റെ നീതിയെ സാറ്റിസ്ഫൈ ചെയ്യും, ദൈവത്തിൻ്റെ നീതി ദൈവത്തിൻ്റെ സ്നേഹത്തെയും സാറ്റിസ്ഫൈ ചെയ്യും. അങ്ങനെ ഒരു ഹാർമണി ആയിട്ടാണ് ദൈവത്തിൻ്റെ നേച്ചർ, ദൈവത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്, ക്യാരക്ടർ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. The attribute of God is functioned in harmony, which means that if God's justice is not fulfilled, and vice versa, God's love is not fulfilled, then it's not totally love. So, ദൈവസഭ എന്ന ആ സത്തയുടെ ആ ജീവൻ സ്ഥാപനത്തിലൂടെ ഇന്ന് ദൈവം ലോകത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. God is desiring to communicate to the world through the church. അതുകൊണ്ടാണ് നാം ദൈവസഭയെ കുറിച്ച് പഠിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. ദൈവസഭയെ കുറിച്ച് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്
ദൈവസഭയിലെ മെമ്പേഴ്സിനെ അറിയപ്പെട്ടിരുന്ന പേരുകളാണ്. So that's why we are trying to understand the church and those that were involved in the church. ഒരു 5 പേരുകളാണ് നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ സാധാരണ ബൈബിൾ സ്റ്റഡി വെളിയിലെടുക്കുകയാണെങ്കിൽ ഓൺലൈനിലൊക്കെ എടുക്കുന്ന സമയത്ത് പറയുന്നൊരു കാര്യമുണ്ട്. അറിയാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുകയല്ല, അറിയാവുന്ന ചില കാര്യങ്ങൾ നാം ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. So what I often remind us is that it's not that I'm teaching you things that you don't know, it's just reminding you. കാരണം നമുക്ക് മിക്കവാറും എല്ലാ കാര്യങ്ങളും എവിടെയോ ഒക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് എപ്പോഴും ഓർത്തിരിക്കണമെന്നില്ല. അത് ഓർത്ത് കഴിയുമ്പോൾ അതിനെ നമുക്ക് ഒന്നും കൂടെ ചിന്തിക്കാൻ കഴിയുമ്പോൾ ഒരു പക്ഷെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനം ചെലുത്തും. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ ലക്ഷ്യമാക്കുന്നത്. The purpose of these classes is so that these truths would be reminded of again and that it would make an influence. സഭയിലുള്ള വിശ്വാസികളെ ആദ്യ സമയത്ത് അറിഞ്ഞിരുന്നത് ഡിസൈപ്പിൾസ് എന്നാണ്, ശിഷ്യന്മാരെന്നാണ്. The early members of the church were known as the disciples. ഡിസൈപ്പിൾസ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഫോളോവർ എന്നാണെങ്കിലും ആ ഫോളോവറിൻ്റെ ഉദ്ദേശിക്കുന്ന അർത്ഥം സ്റ്റുഡൻറ് എന്നാണ്. The term disciple means a follower and the intended meaning is a student. ഒരു ഗുരു ശിഷ്യ ബന്ധമാണ്. It is a teacher-student relationship. യേശുക്രിസ്തു എന്ന ഒരു ഗുരുവിനെ തൻ്റെ ആശയത്തെ അംഗീകരിച്ചുകൊണ്ട് ഫോളോ ചെയ്യുന്ന ഒരു സമൂഹമാണ് ഈ ഡിസൈപ്പിൾസ് എന്നറിയപ്പെടുന്നത്. Disciples are a group of people that follow the teaching and the message of the teacher. ഗുരുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ് ഒരു ശിഷ്യന്റെ ലക്ഷ്യം. The goal of a disciple is to become like the teacher. അപ്പോൾ യേശുക്രിസ്തുവിനെ നമ്മൾ ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ആദർശങ്ങളെ നമ്മൾ ഫോളോ ചെയ്യുക എന്നാണ് അർത്ഥം. When we say that we follow Jesus, we are following his needs. പക്ഷേ അത് മാത്രം ചെയ്യാതെ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്കുണ്ട്. പേരുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനികളാണ്. ഞായറാഴ്ച പള്ളിയിൽ നമ്മൾ പോകാറുണ്ട്. പിന്നെ അത്യാവശ്യം ബൈബിള് നമ്മൾ നടക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യും. പക്ഷെങ്കിൽ അത്യാവശ്യം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ആ ആദർശങ്ങൾ എന്താണെന്ന് തന്നെ നമുക്കറിയത്തില്ല. അറിയാതെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പം യേശുക്രിസ്തുവിൻ്റെ ആദർശങ്ങളെ അറിഞ്ഞ് പഠിച്ച് ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിസൈപ്പിൾ ആകാനായിട്ട് സാധിക്കും. We often do all of the normal routine things on a daily, weekly basis, but we often don't follow his nature, his message, his teachings. അപ്പോൾ ശിഷ്യന്മാരെന്ന് മാത്രം അറിയപ്പെട്ടിരുന്ന ഒരു ആദ്യകാലമുണ്ട്. അതിനുശേഷം അന്ത്യോക്യയിൽ വെച്ചാണ് അവർക്ക് വെളിയിൽ നിന്നൊരു പേര് ലഭിച്ചത്. ഒരു വിളിപ്പേരെന്ന് പറയാം, ക്രിസ്ത്യാനികൾ എന്ന്. So the early followers of Christ were known as disciples. It was in Antioch that from the outside they received the name Christian. അപ്പോസ്തലന്മാരെല്ലാവരും കൂടെ ഇരുന്ന് ഇനി മുതൽ നമ്മൾ ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടും എന്നൊരു തീരുമാനത്തിലേക്ക് വരികയല്ലായിരുന്നു. The apostles didn't meet together and say that we will now be called Christians. മറിച്ച് മറ്റുള്ളവര് ശിഷ്യന്മാരെ കണ്ടപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലാക്കി, ഇവർക്ക് ഈ പേര് യോജിക്കുന്നതാണ്, ഇരിക്കട്ടെ അവർക്ക് ഈ പേര് ക്രിസ്ത്യാനികൾ. It is through their life and their application that they were disciples indeed, that the outside world termed them as നമ്മളുടെ Christians. പേരല്ലാതെ വേറെ ചില പേരുകൾ നമുക്ക് മറ്റുള്ളവർ തരാറുണ്ട്. ആ പേരിലായിരിക്കും നമ്മൾ അറിയപ്പെടുന്നത്. There are certain names that are often given to us, nicknamed to us, and we're often known by that. ഒരിക്കലും ഒരു സഹോദരനെ ചൂണ്ടിക്കാണിച്ചിട്ട് എന്നോട് സഹോദരൻ പറഞ്ഞു, പക്ഷേ വിഷമാണ് നിൽക്കുന്നത്. Once a person told me, pointing to a brother, saying, "Pastor, there stands venom or poison." അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. I understood what he said. സൂക്ഷിച്ചോണം എന്നാണ്. He was telling me to be careful. ഇവിടെ ക്രിസ്ത്യാനികൾ എന്ന പേര് മറ്റുള്ളവർ കൊടുത്തപ്പോൾ അവർ മനസ്സിലായി, ഇവർ
ഈ വെളിയിലുള്ളവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവർക്ക് ആ പേര് അനുയോജ്യമാണ് എന്ന്. When the outside world gave the disciples the term Christians, they understood that they were qualified. അപ്പോൾ അതാണ് അവരുടെ മഹത്വം. നമ്മൾ സ്വീകരിക്കാതെ നമുക്ക് തന്നെ ആ പേര് ഏറ്റവും അനുയോജ്യമായ പേര് നൽകത്തക്കവണ്ണമുള്ളൊരു ജീവിതം അവർക്ക് ചെയ്യാൻ സാധിച്ചു. That is the greatness behind that the outside world gives us a name that is truly representative of who we are. അപ്പോൾ ഡിസൈപ്പിൾ എന്നുള്ള വാക്കിന് ഉദ്ദേശിക്കുന്ന അർത്ഥം സ്റ്റുഡൻറ് എന്നാണെങ്കിൽ, ക്രിസ്ത്യൻ എന്നുള്ള വാക്കിനെ ഉദ്ദേശിക്കുന്ന അർത്ഥം ബിലോങ് ടു ക്രൈസ്റ്റ് എന്നാണ്. When the word disciple means student, Christian means belonging to Christ. കർത്താവിന്റെ വക എന്നാണ് ശരിയായിട്ട് മലയാളത്തിൽ തർജ്ജമ ചെയ്താൽ പറയാൻ സാധിക്കും. If we were to translate it into Malayalam, it means the mouth of God. നാം യേശു ക്രിസ്തുവിന്റെ സ്വന്തമായി മാറുന്നു. Belonging to God. നാം യേശു നമ്മുടെ സ്വന്തമായി മാറുന്നു. God becomes our own, Christ becomes our own, and we become His own. അങ്ങനെയുള്ള ക്രിസ്ത്യാനികൾ എത്ര പേരുണ്ട് എന്നുള്ളതാണ് വിഷയം. How many such Christians are there is the question. മലയാളത്തിൽ നമ്മൾ പാടാതിരിക്കുന്ന ഒത്തിരി നല്ല നല്ല ഗാനങ്ങളുണ്ട്. അതിലെനിക്ക് വളരെ ഇഷ്ടവും ടച്ചിയുമായിട്ട് തോന്നുന്ന ഒരു ഗാനം ഇങ്ങനെയാണ് ഉള്ളത്. സ്വന്തം നിനക്കിനി ഞാൻ യേശുവര ഭാവബന്ധം നിൽക്കുന്നിൽ നിന്ന് പ്രിയനാഥ. ഇതൊരു വരികളാണത്. We know many Malayalam songs that we don't normally sing anymore, but there is a song that says to this effect that I belong to you and that you've forgiven my sins. What a great thing that is. അപ്പോൾ യേശുവിൻ്റെ സ്വന്തം ആണ് എന്ന് യേശുവിന് തോന്നണം, നമുക്ക് യേശു സ്വന്തമാണ് നമുക്കും തോന്നണം. ആ ബന്ധത്തിലാണ് ഒരു ക്രിസ്ത്യാനി ആസ്തി. The existence of a Christian ought to be summed up in this fact that I am Christ's own and Christ is my own. ഈ ക്രിസ്റ്റോസ് എന്നും ഇയനോസ് എന്നും പറയുന്ന രണ്ട് വാക്കുകൾ ചേർന്നാണ് ക്രിസ്റ്റിയാനിയോസ് എന്ന വാക്കുണ്ടായത്. The word Christianos was formed with the words Christos and Ianos. ക്രിസ്റ്റോസ് എന്ന വാക്ക് ഗ്രീക്കിൽ ക്രിസ്തുവിനുള്ളതായ പേരാണ്. The word Christos in Greek is Christ. Ianos എന്ന വാക്കിന് പൊസിഷൻ. Never does this Christian go above Christ. അത് സാധിക്കുന്നതല്ല. ഗുരുവിന്റെ മീതെ, യേശുക്രിസ്തുവിന്റെ മീതെ ഒരാൾക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല. One cannot go above Christ. So മൂന്നാമത്തെ വാക്ക് സഹോദരന്മാർ എന്നാണ്. The third word is brethren. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്കാണ്. സഹോദരൻ എന്ന് പറഞ്ഞാൽ സഹ എന്ന മലയാളവും ഉദരം എന്ന മലയാളവും കൂടെ ചേർന്നുണ്ടായിരിക്കുന്ന വാക്കാണ്. We know this word brother to mean, it's two terms together, which means together, belonging, and from the womb. സഹപാഠി എന്ന വാക്ക് നമ്മൾ പറയാറുണ്ട്. കൂടെ പഠിച്ചവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഉദരൻ സഹോദരൻ എന്ന് പറഞ്ഞാൽ ഒരു ഉദരം പങ്കിട്ടയാൾ എന്നാണ്. We know of those that we call as companions as those that are together with us, same with a brother. ഇതൊരു അസാധാരണമായ ബന്ധമാണ്. It is an incredible relationship. നമുക്കറിയാം മൂന്ന് തരം ബന്ധങ്ങൾ, മിനിമം മൂന്ന് തരം ബന്ധങ്ങൾ ലോകത്തിലുണ്ട്. There are a minimum of 3 types of relationships. ഒന്ന് ബൈ ബർത്ത്, ജന്മനാൽ നമുക്കുണ്ടാകുന്നത്. One is by birth. മറ്റത് ഉഭയസമ്മതത്താൽ ഉണ്ടാകുന്ന ബന്ധമാണ്. Second is through covenant of marriage. മൂന്നാമത്തേത് നമ്മൾ സൗഹൃദത്തിലൂടെ എടുക്കുന്ന ബന്ധമാണ്. And the third is through brotherhood. ഇത് ഞാനിങ്ങനെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഈ മൂന്ന് തരം ബന്ധങ്ങളെ ലോകത്തിലുള്ളൂ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. We can say that such relationships, only these 3 exist in the world. നമുക്ക് ഞാൻ മൂന്നാമത്തെ മുതൽ പുറകോട്ട് വരാം. ഈ സൗഹൃദ ബന്ധം എന്ന് പറയുന്നത് നമ്മളെ മേക്ക് ചെയ്യുന്നതാണ്. This brotherly relationship that we have is one that we create. അത് നിലനിന്നു വരാം, നിലനിന്നില്ലെന്നും വരാം. It could last, may not last. ഒരു
25 വർഷത്തിന് മുമ്പ് നമുക്കുണ്ടായിരുന്ന ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കണമെന്നില്ല. It's quite possible that certain friends that were with us 25 years ago are no longer our friends. ചിലപ്പോൾ മരണം വരെ അവർ നമ്മുടെ ഫ്രണ്ട്സ് ആയിരുന്നത് വരെ. Maybe they are friends until death. രണ്ടായാലും പ്രശ്നമൊന്നുമില്ല. Either way, it's fine. രണ്ടാമത്തെ ബന്ധം ഉഭയസമ്മതത്തിലൂടെ ബന്ധമാണ്. ഒരു ബന്ധമുള്ളത് ഭാര്യ-ഭർത്തൃ ബന്ധമാണ്. The second relationship is through the marriage bond. അതൊരു സൗഹൃദ ബന്ധമല്ല. That is not a brotherly bond. അതൊരു സാഹോദര്യ ബന്ധമല്ല. It is not a sisterly bond. അത് വളരെ യുണീക്കായിട്ടുള്ള ബന്ധമാണ്. It is a unique bond. അതുപോലൊരു ബന്ധം വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ വേറെയില്ല. In light of the Word of God, there isn't a comparable relationship to the marriage bond. രണ്ടുപേർ ഒന്നാകും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു ബന്ധമേ ഉള്ളൂ. അപ്പനും മക്കളുമുള്ള ബന്ധമല്ല, ഭാര്യ-ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധമാണ്. Because there is only one bond that the Bible says that two will become one, and that is the marriage bond, not even father and children. ഞാൻ വീണ്ടും എഫെസ്യർ 5:32-33 വാക്യങ്ങൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുവരും ഒരു ആത്മാവാകുമെന്നല്ല ഞാൻ എന്താണെന്ന് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അവർ ഇരുവരും ഒരു ദേഹമാകും എന്നാണ് എഴുതിയിരിക്കുന്നത്. I've read Ephesians 5:32 on multiple times, and there it says that two will become one body, not one spirit. And why is that? എന്നിട്ട് ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട്, അങ്ങനെ ഒന്നായിട്ട് ആരെയും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഒരു ദേഹമായിട്ട്. And many times I've thought I haven't seen, literally speaking, one body. വിവാഹത്തിന് മുമ്പും ശേഷവും രണ്ടുപേരും രണ്ടായിട്ട് തന്നെയാണ് നടക്കുന്നത്. Because even after marriage, both still are separate. ഒരാൾക്ക് വേണമെങ്കിൽ അമേരിക്കയിലിരിക്കാം, മറ്റൊരാൾക്ക് ഭൂമിയുടെ അതേ മറുവശത്തിരുന്നുകൊണ്ടും ഭാര്യ ഭർത്താവാണെന്ന് പറയുകയും ചെയ്യും. The husband and the wife can be on one side of the world and the other on the other end. അപ്പം ബൈബിൾ പറഞ്ഞത് തെറ്റാണോ അതോ ശരിയാണ്? Is the Bible right or wrong? ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് പറഞ്ഞിട്ട് നമ്മളാരും കാണുന്നില്ല. പിന്നെ അങ്ങനെയാണ് ഒരു ദേഹമായി തീരുന്നത്. When it says that both will become one body, we don't see it as one body physically, then how is it possible? നമുക്കറിയാം, ഈ ആദാമിനെ സൃഷ്ടിച്ചത് ആദാമിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, പക്ഷേ ഹവ്വയെ മണ്ണിൽ നിന്നല്ല സൃഷ്ടിച്ചത്. We know that Adam was created from the dust, but Eve was not. അങ്ങനെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ ആദാമിമാർ ഒരാളാകാൻ പറ്റത്തില്ല. If that was the case, that they were both created through dust, they couldn't be one. ആദമിൽ തന്നെ ഹവ്വയുണ്ടായിരുന്നു. In Adam, Eve was there. അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് വീണ്ടും ആദാമിനെ കൊടുക്കുകയാണ് ചെയ്തത്. Separated that and then gave her back to അപ്പോൾ him. ബേസിക്കലി ആദം തന്നെയാണ് ഹവ്വയും. Essentially then, Adam is Eve. രണ്ട് രൂപങ്ങൾ എന്നേ ഉള്ളൂ, അവരൊന്നാണ്. They are two different forms, but they are one. അതാണ് ദൈവത്തിന്റെ വിസ്ഡം എന്ന് പറയുന്നത്. That is the wisdom of God. നമുക്ക് ഇത്രയൊക്കെ പറയാനുള്ളതല്ലാതെ അതിന്റെ മിസ്റ്ററി നമുക്ക് മനസ്സിലാക്കാൻ. This is all that we really can say about it, but we still don't understand the mystery. അതുകൊണ്ടാണ് ഈ ഭാര്യ ബന്ധം എന്ന് പറയുന്നത് അതൊരു മിസ്റ്റിക്കൽ ബന്ധമാണ്, അതൊരു മിസ്റ്റിക്കൽ യൂണിയനുമാണ്. And that is why the husband-wife relationship is a mystical union. അങ്ങനെ ഒരു യൂണിയൻ വേറെ ആരുമില്ല. Such a union exists in no other relationship. അതിനെ വേർതിരിക്കാൻ പാടില്ല. Cannot be separated. ഒരു പഠിച്ചിരുന്നെന്ന് പറഞ്ഞ് അവളെ വെളിയിലാക്കാൻ പാടില്ല. We cannot cast one out because one ate of the fruit. ഏറ്റവും വലിയ തെറ്റ് ചെയ്തിട്ട് പോലും അങ്ങനെ ഒരു സ്റ്റെപ്പ് ആദ്യം എടുത്തില്ല, ദൈവം എടുത്തില്ല. അവരെ രണ്ടുപേരുടെ പുറത്ത് ആദ്യം തെറ്റ് ചെയ്ത് കൂടെ തിന്നും, അത് വേറെ കഴിഞ്ഞാണ്. Even though they committed, so to speak, the largest or the biggest sin, they weren't put out separately, they were put out together. വേണമെങ്കിൽ ആ ഒറ്റ ഒരു കേസിൽ നീ അവിടെ ഇവിടെ ഞാനിവിടെ ചോടാൻ പറയാമായിരുന്നു, പക്ഷേ അവരെ വേർതിരിക്കുന്ന ഒരു സ്റ്റെപ്പ് അവിടെ നോക്കണം. Certainly, they could have been separated because of the extent of what happened, but they weren't separated. കാരണം ആ ഭാര്യ ബന്ധം എന്ന് പറയുന്നത് അതൊരു മിസ്റ്റിക്കൽ യൂണിയനാണ്, അതിന് പകരം ഒരു യൂണിയൻ. Because the husband-wife relationship is a mystical union and nothing replaces that. ആദ്യം പറഞ്ഞ ആ ബന്ധത്തിലേക്ക് വരികയാണ് സഹോദരി ബന്ധം. Let me come back to the brotherly relationship. അത് ക്യാൻസൽ ചെയ്യാൻ വയ്യാത്തൊരു ബന്ധം.
ക്യാൻസൽ ചെയ്യാൻ പറ്റാത്ത ഒരു ബന്ധമാണ്. It is one that cannot be cancelled. നമുക്ക് പിണങ്ങിയൊക്കെ ഇരിക്കാം. We can certainly be കുറെ angered. നാളത്തേക്ക് കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാതിരിക്കാം. We can have no പക്ഷെ communication. മരണം വരെ ഈ സാഹോദര്യ ബന്ധം നിലനിൽക്കും. നമ്മൾ ക്യാൻസൽ ചെയ്തായിരിക്കും. Because till death, this brotherly relationship will last. അത് ജന്മബന്ധമാണ്. It is a birth relationship. അപ്പൊ ഈ ജന്മബന്ധത്തിൽ കൂടെ നമ്മൾ സഹോദരങ്ങളായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു അസാധാരണമായ ഒരു ബന്ധമാണ് വെളിപ്പെടുത്തുന്നത്. It is an unbelievable relationship that is formed through birth, brotherly relationship. അപ്പൊ ഈ അമ്മയുടെ ഉദരം Oftentimes, those that are within our relationship, brotherly relationship, we often close our eyes on many things because we are quick to forgive them. അപ്പോൾ നമ്മൾ ഈ സഭയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളെല്ലാവരും ഒരു ഉദരത്തിൽ നിന്ന് ജനിച്ചതാണ്. ദൈവസ്നേഹം എന്ന ആ ഉദരത്തിൽ നിന്ന് ജനിച്ചവരാണ്. അപ്പോൾ ആ സാഹോദര്യ ബന്ധം നിലനിർത്താൻ വേണ്ടി നമ്മൾ എന്ത് വിലയും കൊടുക്കണം. And so we have to understand that as the Church of God, we are from the same womb and we have to pay any price to maintain that